ശബരിമല തങ്കയങ്കി ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു. വെള്ളിയാഴ്ച വൈകിട്ട് ഘോഷയാത്ര ശബരിമല സന്നിധാനത്ത് എത്തും. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പന് ചാർത്താനായി തിരുവിതാംകൂർ മഹാരാജാവ് സമർപ്പിച്ചതാണ് തങ്കയങ്കി. സന്നിധാനത്ത് ഇന്നലെയും 1 ലക്ഷത്തിലേറെ പേർ ദർശനത്തിനെത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. പ്രവീൺ പുരുഷോത്തമൻ ആറന്മുളയിൽ നിന്നും ഗോകുൽനാഥ് തങ്കയങ്കി എത്തിച്ചേരുന്ന സന്നിധാനത്ത് നിന്നും തത്സമയം ചേരും. അത് ഞാൻ പ്രവീണിലേക്ക്. പ്രവീൺ, സ്വാമി ശരണം. തങ്കയങ്കി പുറപ്പെട്ടിരിക്കുന്നു. ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിലാണ്. നല്ല പ്രഭാതത്തിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് സാവധാനം തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള രഥം മുന്നോട്ട് നീങ്ങുകയാണ് അല്ലേ പ്രവീൺ? എപ്പോഴത്തേക്ക്? വെള്ളിയാഴ്ച ഏത് സമയമാകുമ്പോഴേക്ക് സന്നിധാനത്തേക്ക് എത്തും? കാലാവസ്ഥ അനുകൂലമാണ്. ഭക്തജന തിരക്കുണ്ടോ ആറന്മുളയിലും? ഗുഡ് മോർണിംഗ് അരുൺ. സ്വാമി ശരണം. തങ്കയങ്കി രഥഘോഷയാത്രയ്ക്ക് ഇതായത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് തുടക്കമായിരിക്കുന്നു. വലിയ ഭക്തജന തിരക്കാണ് തങ്കയങ്കി ദർശനത്തിനായി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. ഇന്ന് പുലർച്ചെ 4 മണി മുതൽ തന്നെ തങ്കയങ്കി ദർശനം ആറന്മുള ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം കൃത്യം 6:55 കഴിഞ്ഞപ്പോൾ തങ്കയങ്കി പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലേക്ക് എത്തിച്ചു. ഈ രഥത്തിലും തങ്കയങ്കി ദർശനത്തിനായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എത്തിയത്. തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ 1973 നൽകിയ 420 പവൻ തൂക്കമുള്ളതാണ് തങ്കയങ്കി. മണ്ഡലപൂജയ്ക്ക് തങ്കയങ്കി ചാർത്തിയായിരിക്കും പ്രത്യേക പൂജകളൊക്കെ നടക്കുക. മണ്ഡലപൂജയ്ക്ക് 2 ദിവസം മുമ്പാണ് തങ്കയങ്കി ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ഇപ്പോൾ പുറപ്പെടുന്നത്. 18ാം പടിയും കൊടിമരവും ശ്രീകോവിലും ഉൾപ്പെട്ട ശബരിമല ക്ഷേത്രത്തിന്റെ ആകൃതിയിൽ ഒരുക്കിയ രഥത്തിലാണ് തങ്കയങ്കി കൊണ്ടുപോകുന്നത്. അല്പസമയം മുമ്പ് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആനന്ദ് റിപ്പോർട്ടറിനോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് വലിയ സുരക്ഷാ സന്നാഹങ്ങളെല്ലാം ഈ തങ്കയങ്കി രഥഘോഷയാത്രയോടനുബന്ധിച്ച് ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാ പോയിന്റിലും വലിയ സുരക്ഷ തന്നെ ഒരുക്കിയിരിക്കുന്നു. പ്രത്യേക പോലീസ് സംഘം തന്നെ ഈ തങ്കയങ്കി രഥഘോഷയാത്രയെ അനുഗമിക്കുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യത്തിൽ കാണാം. 18ാം പടിയുടെയും കൊടിമരത്തിന്റെയും ശ്രീകോവിലിന്റെയും ഒക്കെ ഒരു മാതൃക, ആ മാതൃക തയ്യാറാക്കിയാണ് ഈ ശബരിമല ക്ഷേത്രത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ആകൃതിയിൽ ഒരുക്കിയ രഥത്തിലാണ് ഇപ്പോൾ തങ്കയങ്കി കൊണ്ടുപോകുന്നത്. ഈ രഥത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ കോഴഞ്ചേരി കോച്ചിരത്ത് തങ്കപ്പനാചാരിക്കാണ് പതിവായി ഈ രഥം തെളിയിക്കാനുള്ള നിയോഗമുള്ളത്. ഒരു ജീപ്പ്, അതാണ് നാം ഈ കാണുന്ന രഥമാക്കി മാറ്റി പ്രത്യേകം അലങ്കരിച്ച് ഈ തങ്കയങ്കി ഭക്തർക്ക് ദർശനത്തിനായി ഈ രഥത്തിലൂടെ കൊണ്ടുപോകുന്നത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. ജില്ലാ പോലീസ് മേധാവി, മറ്റ് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങൾ എല്ലാവരും തന്നെ ഈ തങ്കയങ്കി രഥഘോഷയാത്രയെ അനുഗമിക്കുന്നുണ്ട്. വിവിധ ക്ഷേത്രങ്ങളിലൊക്കെ തങ്കയങ്കി രഥഘോഷയാത്രയ്ക്ക് വലിയ സ്വീകരണമാണ് നൽകുന്നത്. അവിടെയെല്ലാം വലിയ ആചാരപ്രകാരമായിട്ടുള്ള ഈ ഒരു സ്വീകരണം തന്നെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ തങ്കയങ്കി രഥഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ മുൻവശത്ത് നിന്നും പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഓരോ ഇടങ്ങളിൽ കൂടി, കോഴഞ്ചേരി ഉൾപ്പെടെ പല ഇടങ്ങളിൽ കൂടി അവിടുത്തെ വഴിനീളയുള്ള സ്വീകരണം, വഴിനീള നിറപ്പറയും ആരതിയും വാദ്യമേളവും സ്ഥലങ്ങളിലെല്ലാം തന്നെ ഒരു എഴുന്നള്ളത്തിന്റെ സ്വഭാവത്തോടു കൂടിയാണ് തങ്കയങ്കി പോകുന്നത് അല്ലേ? തൊട്ടുമുന്നിൽ അനൗൺസ്മെന്റ് വാഹനമുണ്ട്. ഈ കോഴഞ്ചേരി വഴി മുന്നിലേക്ക് പോവുകയാണ്. വെള്ളിയാഴ്ച വൈകുന്നേരം സന്നിധാനത്തേക്ക് തങ്കയങ്കി എത്തും. തങ്കയങ്കി ധരിച്ചുള്ള ദീപാരാധനയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭക്തജനങ്ങൾ കാത്തിരിക്കുന്നതിന് വേണ്ടിയാണ്. ഞാൻ ഒന്ന് സന്നിധാനത്തേക്ക് കൂടി പോയി വരാം. അവിടെ ഗോകുൽനാഥ് ഉണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങൾ ഒരേ സമയം സ്ക്രീനിൽ നിർത്തണം. താങ്കളും തുടരുക പ്രവീൺ. ഗോകുൽ, വെരി ഗുഡ് മോർണിംഗ്. സ്വാമി ശരണം. ഗോകുൽ, സന്നിധാനത്ത് നല്ല ഭക്തജന തിരക്കാണ്. ദാ തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള രഥം അവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. ആറന്മുളയിലെ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നാണ് പുറപ്പെട്ടിരിക്കുന്നത്. വളരെ ഭക്തിനിർഭരമായ അന്തരീക്ഷമാണ്. പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങളൊക്കെ വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. ആറന്മുള പോയി തങ്കയങ്കി ഒന്നും കാണാൻ സാധിച്ചില്ലെങ്കിലും നമുക്ക് ടെലിവിഷൻ സ്ക്രീനിലൂടെ ഇതൊക്കെ കാണുക. ഗോകുൽനാഥ്, നല്ല തിരക്കുണ്ട്, നല്ല തണുപ്പാണ് അല്ലേ ശബരിമലയിൽ നിന്നും? ഡോക്ടർ, കനത്ത തിരക്കിലാണ് സന്നിധാനവും പരിസര പ്രദേശങ്ങളും ഒക്കെ ഉള്ളത്. രാവിലെ 18 ഡിഗ്രി സെൽഷ്യസ് ആണ് തണുപ്പെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിൽക്കുന്നതിനൊക്കെ രാവിലെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അല്പം സൂര്യൻ പ്രകാശമൊക്കെ ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ എന്തായാലും കനത്ത തിരക്കിൽ സന്നിധാനമൊക്കെ മാറുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം മുതലുള്ളതെന്നുള്ളതാണ്. തിങ്കളാഴ്ച അനുഭവപ്പെട്ട തിരക്ക് 1 ലക്ഷത്തിന് പുറത്തേക്കാണ്. ഞായറാഴ്ച അത്രത്തോളം തിരക്കുണ്ടായിരുന്നില്ല. ഈ സീസണിലെ ഏറ്റവും വലിയ പ്രത്യേകത ശനി ഞായർ ദിവസങ്ങളിൽ തിരക്ക് കുറഞ്ഞ് തിങ്കളാഴ്ച മുതൽ കനത്ത തിരക്കിലേക്ക് സന്നിധാനം
മാറുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ ക്രിസ്മസ് പരീക്ഷയൊക്കെ കഴിഞ്ഞ അവധിയിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുകയാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ കനത്ത തിരക്ക് തുടരുമെന്നുള്ളതാണ്. ഈ തിരക്ക് തുടരുന്ന ഒരു സാഹചര്യത്തിൽ തിരക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ കേന്ദ്രസേനയും പോലീസും ഒക്കെ കൂടുതൽ സുരക്ഷാ വിന്യാസം സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും ഒക്കെ ഒരുക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 1 ലക്ഷത്തിൽ പരം ഭക്തരെത്തിയിട്ടും കൃത്യമായി നിയന്ത്രിക്കാനായത്. ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ടത് ശബരിമല സന്നിധാനത്ത് സീസൺ തുടങ്ങി 2ാം ദിവസം കനത്ത ഒരു തിരക്ക് അനുഭവപ്പെട്ട ഒരു സമയമുണ്ടായിരുന്നു. 1,18,000 ഭക്തരാണ് അന്ന് എത്തിയത്. അതിന് സമാനമായിട്ടുള്ള തിരക്കായിരുന്നു ഇന്നലെ ഉണ്ടായത്. പക്ഷേ ആ തിരക്കിനെ കൃത്യമായി നിയന്ത്രിക്കാൻ പോലീസിനും കേന്ദ്രസേനയ്ക്കുമായി. ഇന്നലെ ഈ തിരക്കൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് റിസർവ് ബറ്റാലിയനെയാണ് 18ാം പടിയുടെ സുരക്ഷാ ചുമതലയിലും അതേപോലെ തന്നെ ആളുകളെ കയറ്റാനും ഒക്കെ ആയിട്ട് ഭക്തരെ കയറ്റി വിടാനും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ആ തിരക്ക് കൃത്യമായി നിയന്ത്രിക്കാനായത്. 18ാം പടിയിലെ തിരക്കാണ് ഏറ്റവും സുപ്രധാനമായ തിരക്ക്. അല്ലെങ്കിൽ ആ തിരക്ക് നിയന്ത്രിച്ചാൽ മാത്രമേ ശരംകുത്തിയിലും സന്നിധാനത്തും അല്ലെങ്കിൽ താഴെയുള്ള പ്രദേശങ്ങളിലൊക്കെ തിരക്ക് കൃത്യമായി നിയന്ത്രിക്കാനാവുകയുള്ളൂ. കാരണം 1 മണിക്കൂറിൽ 4000-ഓളം ഭക്തരെ കയറ്റി വിട്ടാൽ മാത്രമേ താഴെയുള്ള തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പല ഭക്തർക്കും ഒക്കെ പരാതിയുണ്ട് വലിച്ചു കയറ്റുന്നു എന്നൊക്കെ. പക്ഷേ ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇത്തരത്തിൽ കയറ്റിയാൽ മാത്രമേ സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കാനാവുകയുള്ളൂ. അവിടെയാണ് പോലീസിന് പലപ്പോഴും തെറ്റിപ്പോകുന്നത്. കാരണം 1, 2, 3 ബാച്ച് മാറുമ്പോൾ പുതിയ ബാച്ച് വരുന്നു. അങ്ങനെ പുതിയ ബാച്ച് വരുമ്പോൾ അവർക്ക് കൃത്യമായി നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുന്നു. ഒരിടവേളയിൽ കൃത്യമായി കയറ്റാൻ കഴിയാതെ വരുന്നു. അപ്പോൾ അങ്ങനെയാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. പക്ഷേ ഇന്നലെ അതിനെ കൃത്യമായി മാനേജ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ 4000-ഓളം പേരൊക്കെയാണ് ഓരോ മണിക്കൂറിലും കയറുകയും അങ്ങനെ കൃത്യമായി ശബരിമലയിൽ സന്നിധാനത്ത് ഗോകുൽ നല്ല ഈ സൺലൈറ്റ് ഇങ്ങനെ വന്ന് വീഴുന്ന സമയത്ത് നല്ല കാഴ്ചയാണ്. പ്രത്യേകിച്ച് ആ സ്വർണ്ണപ്രഭയുള്ള സന്നിധാനത്തെ കൊടിമരമാണെങ്കിലും ആ മേൽക്കൂരയാണെങ്കിലും ഒക്കെ ഈ സൂര്യപ്രഭയിൽ ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നത് നല്ല തണുപ്പുള്ള പ്രഭാതത്തിൽ അവിടെ പോയി ഈ മലയൊക്കെ കയറി വരുന്ന സമയത്ത് അല്പം ആയാസത്തോടു കൂടി എത്തുന്ന സമയത്ത് കാണുന്നത് വലിയ ഭംഗിയുള്ള കാര്യമാണ്. താങ്ക് യു ഗോകുൽനാഥ്. അപ്പോൾ തുടരുക. സ്വാമി ശരണം. പ്രവീണുമുണ്ട്. തങ്കയങ്കി ഇപ്പോൾ ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ഒരിക്കൽ കൂടി നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളൊന്ന് കാണാം. ക്ഷേത്രത്തിൽ നിന്ന് ആചാരപ്രകാരമുള്ള തങ്കയങ്കി ഘോഷയാത്ര പുറപ്പെട്ടിരിക്കുന്നു. അതിന് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വെള്ളിയാഴ്ചയാണ് തങ്കയങ്കി സന്നിധാനത്തേക്ക് എത്തിച്ചേരുക. ക്ഷേത്രത്തിൻ്റെ മാതൃകയിലുള്ള രഥത്തിലാണ് തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇപ്പോൾ സാവധാനം പുറപ്പെട്ടിരിക്കുന്നത്. ഇനി ഇത് കോഴഞ്ചേരി വഴി അത് നേരെ സന്നിധാനത്തേക്ക് പോകും. വലിയ ഭക്തജന തിരക്ക് പ്രേക്ഷകർക്ക് അവിടെ കാണാം. പോലീസിൻ്റെ സംരക്ഷണയിൽ, ദേവസ്വം ബോർഡ് അധികാരികളുടെ സംരക്ഷണയിൽ തന്നെയാണ്, അവരുടെ നേതൃത്വത്തിലാണ് തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തു നിന്നും പുറപ്പെട്ടിരിക്കുന്നത്.